ആത്മീയ പുതുക്കത്തിൻ്റെ ജീവിതശൈലി 4-ാം ഭാഗം. പഴയ മനുഷ്യൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാമത്തേതായ വ്യാജവും വഞ്ചനയും പഴയ മനുഷ്യൻ്റെ ജാത്യമാണ്. പുതിയ മനുഷ്യന് വ്യാജവും വഞ്ചനയും ആവശ്യമില്ല. സ്വാർത്ഥത്തിൽ കേന്ദ്രീകൃതമായ പഴയ മനുഷ്യൻ മറ്റുള്ളവരെ വഞ്ചിച്ച് സ്വന്തം കാര്യം നേടുന്നു. എന്നാൽ പുതിയ മനുഷ്യനാകട്ടെ മറ്റുള്ളവരും ക്രിസ്തു ശരീരത്തിലെ അംഗങ്ങളാണെന്ന ബോധത്തോടെ പൂർണ്ണമായ സത്യസന്ധതയിൽ ജീവിക്കുന്നു. പഴയ മനുഷ്യർ പരസ്പരം വഞ്ചിക്കുന്നത് മൂലം ശരീരത്തിനും അവയവങ്ങൾക്കും ഒരുപോലെ കേട് സംഭവിക്കുന്നു. പുതിയ മനുഷ്യൻ വിശാല ഹൃദയമുള്ളവനാണ്. ഇല്ലാത്തതുണ്ടെന്ന് നടിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്തവനാണ്. പഴയ മനുഷ്യൻ്റെ ലക്ഷണങ്ങളിൽ രണ്ടാമത്തേത് നീരസവും കോപവുമാണ്. സങ്കീർത്തനങ്ങൾ 4:4 സെപ്റ്റുജിയന്റ് പരിഭാഷയിൽ നിന്നാണ് കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ എന്ന ഉദ്ധരണി എടുത്തിട്ടുള്ളത്. കോപം ഒരു സ്വാഭാവിക വികാരമായി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ക്ഷമിക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉറങ്ങുന്ന പക്ഷം അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് താണിറങ്ങി പ്രതികാരത്തിനുള്ള ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ അത് പാപമായി തീരുന്നു. നീരസവും കോപവും സകല മനുഷ്യർക്കും ഉണ്ടാകാമെങ്കിലും കലഹത്തിൻ്റെ അധികാരിയായ പിശാചിന് പ്രവർത്തിക്കുവാനുള്ള ഇടം നൽകുന്നു. കോപം കൊലപാതകത്തിന് തുല്യമാകുന്നു എന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു. നീരസവും കോപവും വെച്ച് പുലർത്താതിരിക്കുന്നതാണ് ആത്മീയ മനുഷ്യൻ്റെ പുരോഗതിക്ക് നല്ലത്. ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന നീരസം പഴയ മനുഷ്യൻ്റെ ലക്ഷണമാണ്. പുതിയ മനുഷ്യനിൽ നീരസമുണ്ടായാലും അവ അന്ന് തന്നെ ക്ഷമിക്കപ്പെട്ട് ഇല്ലാതായിത്തീരുന്നു. പ്രിയമുള്ളവരെ, ആത്മീയ പുതുക്കത്തിൻ്റെ ജീവിതശൈലിയിൽ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളായ വ്യാജവും വഞ്ചനയും നീരസവും കോപവും സ്വയം മുറിവേൽപ്പിക്കുന്നതും ക്രിസ്തുവിൻ്റെ ശരീരത്തിനും പരിക്കേൽപ്പിക്കുന്നതുമാകയാൽ അവ നമ്മിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുകയും പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുവാനായി പരിശുദ്ധാത്മ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തികൾ 2:1-5 വരെയുള്ള വചനങ്ങൾ നിരന്തരം ഉരുവിടുന്നത് പരിശുദ്ധാത്മ സഹായം ലഭിക്കുവാൻ ഇടയാക്കും. ക്രിസ്തുവിൽ നാം പുതിയ മനുഷ്യനായി അനുദിനം വളരുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.